ദൈവമേ ഒരു കര കാണിക്കണേ. அந்த 30 ஏக்கர் பூமி வாங்குறது நீதானா? எஸ் எஸ், ஐ அம் உமாகாந்தன். உங்க பேர் என்ன? பேசாதரா பொறுக்கி. பேசாதரா பொறுக்கி, இது ஒரு ஆளுടെ പേരാ? കേട്ടിട്ട് ഒരു സിനിമ പേര് പോലെ തോന്നുന്നു. அந்த ஆதாரத்தை கூட. ആധാരത്തിന് കുഴപ്പമൊന്നുമില്ല. മറിച്ച് വിൽക്കാനാണെങ്കിൽ കത്തി വില തരാതെ ഞാൻ തരില്ല. നമ്മളെ റിയൽ എസ്റ്റേറ്റ് പഠിപ്പിക്കുന്നത് നോക്കിയോ നോക്കിയോ. കത്തി വില തന്നെ വേണം. സെർട്ടൻലി. ദാ പുടി, அந்த കത്തിയെ കൊടുറാ. ഈശ്വര, നല്ലൊരു കണി കാണിക്കണേ. ധനയോഗം, കാര്യലാഭം, ഉദ്ദിഷ്ട കാര്യലബ്ധി, സ്വാദിഷ്ട നോൺ വെജ് ഭക്ഷണം എല്ലാം ലഭിക്കുന്ന ഒരു ഉഗ്ര കണി കാണിക്കണേ. ദൈവമേ, ബാക്കാണല്ലോ കണി. അതും ഇവിടെ ഇങ്ങ് കണ്ടിട്ടില്ലാത്തൊരു ബാക്ക്. ഇത് കണിയല്ല, കെണിയാ. ഞാനിവിടെ ഉണ്ടെന്ന് ഇവനെങ്ങനെ അറിഞ്ഞു? ധനനഷ്ടവും മാനഹാനിയും ഉച്ചിഷ്ട ഭക്ഷണവും അനാവശ്യമായ തല്ലുകൊള്ളലും എല്ലാം മിക്സ് ചെയ്തൊരു കണിയാണ് ടീച്ചറാ ഞാൻ കണ്ടത്. ഈ കെണി എവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഞാൻ പട്ടിണിയായിപ്പോ. ചെമ്പു, ഇങ്ങ് വാടാ. ചെമ്പു, ഇങ്ങ് വാടാ. ചെമ്പു, ഇങ്ങ് വാടാ. ഞാൻ ഇങ്ങ് വാടാ. ചിമ്പു, ஊர்ல இருந்து என்ன தேடி ஒரு ஆளு வந்து ரோட்ல முன்னாடி நிப்புண்டு. உங்க சொந்தக்காரனா? ஏய், சொந்தக்காரனൊന്നുമല്ല. പിന്നെ யார் உங்கள நண்பனா? നമ്പൻ. അവനെ നമ്പിയാണ് ഞാൻ ഇങ്ങനെ ആയത്. ചിമ്പു, നീ പോയി അവൻകിட்ட ചൊല്ല്, അവൻ തേടി വന്ന இந்த பாசி നാട് വിട്ട് പോയാച്ചിന്ന്. சொல்றேன். ஆனா எனக்கு 3 வடை வாங்கி கொடுக்கறியா? 2 ഡയലോഗിന് എന്തിനാടാ 3 വട? ഒരു വടை. டேய் திருத்தோ. ഇത്ര പെരിയ പൊഴി ചൊല്ലുறதுக்கே ഒരു വടയാ? ശരി ശരി ശരി, 2 വട. ഓക്കേ. പക്ഷേ അടുത്ത ബസ്സിൽ അവനെ കേറ്റി വിടണം. അടുത്ത ബസ്സിലാ? அடுத்த பஸ்ல நான் ஆக்கி வர்றேன். நில்லு, போகாதீங்க இங்க வா. ஏய், நீ இந்த பஸ்ஸில் போக கூடாது, அடுத்த பஸ்ஸில் தான் போணும். அப்பதான் எனக்கு வடை கிடைக்கும். ரெண்டு பஸ் போகுது. கேட்டு விடு. வா போணும். இந்த பஸ் போகட்டும். நீங்க அந்த பாசியை தானே தேடுறது? பாசியா? உங்கள பிரண்டா ஒண்ணும் எனக்கெடுத்து போடும். போய் சொல்லக்கூடாது. உன் ஃப்ரெண்ட் பாசி உனக்கு தெரியாதா? ഏത് തെണ്ടിയത്? ഇത് വലിയ കുരിശായല്ലോ ചേട്ടാ. ഞാന് എന്റെ നാട്ടില് പുതുസ് അതങ്ങോട്ട് കളഞ്ഞു. എനിക്ക് ഇവിടെ ആരെയും അറിയില്ല. നാണ് കേരളത്തിൽ നിന്ന് വന്നത്. വെളിനാട്ടിൽ നിന്ന് വന്നത്. നാണ് റോമിംഗ്. എന്നടാ சொன்ன? ஏமாத்த பாக்கிறியாடா திருட்டு மூஞ்சி? 2 വട കിടക്ക് വേണ്ട വിഷയടാ. ഇത് വലിയ കഷ്ടായല്ലോ. എനിക്ക് വട പാസി പണ്ടർന്ന് അറിഞ്ഞൂടാ. உங்களுக்கு தெரியாதா? பாரு, அங்கே பாரு. யோ என் வேலை முடியல. நீ இப்ப பார்த்த பாசி இல்ல, அவர் இங்க இல்ல. அவர் இந்த ஊரை விட்டு போயாச்சு. ഇപ്പള് കണ്ടില്ല പാസിയ? കണ്ടിട്ട് നാണ് അടുത്ത ബസ്സിക്ക് പോണെന്ന് പറഞ്ഞിട്ട് മാറ. ഇതെന്ത് പാശ കച്ചറ. ഇത് നിന്റെ വീടായിരുന്നോടാ മാസികർ? നീ ഇവിടെ ഉണ്ടായിരുന്നോടാ? നിന്റെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ രക്ഷപ്പെട്ടു എന്നാ കരുതിയത്. എന്നാലും എത്ര കാലാണ് ഞാൻ കണ്ടിട്ട്. എടാ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ ഭുവൻ, നിന്റെ പഴയ പാർട്ട്ണർ ഭുവനചന്ദ്രൻ. ദൈവോടാ നിന്നെ എനിക്ക് കാണിച്ചെന്ന്. എടാ, പയ്യൻ വന്ന് വിളിച്ചില്ലായിരുന്നു ഞാൻ ആ ബസ്സിൽ കയറി പോയനടാ. അല്ലെങ്കിലും കാലന് വഴി തെറ്റില്ലടാ. അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകാൻ. അവന്റെ ഒരു തമാശ. ബാസി, ഓസിന് താമസിക്കാൻ ഞാൻ സ്ഥലം അന്വേഷിച്ചെടുക്കായിരുന്നു. ശരിക്കും ദൈവമാടാ എന്നെ നിന്റെ അടുത്ത് തന്നെ എത്തിച്ചത്. ഇത് പിടിച്ചേ. എന്താടേ? സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർവെയർ ഊരി ജനലിൽ കൂടി ഞാൻ തരാം. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ. പോടാ. ഞാൻ പോവില്ല. പോടാ. ഞാൻ പോയാലെങ്ങനെ? എനിക്ക് ചില കാര്യങ്ങളെ കൂടെ ചെയ്തു തീർക്കാനുണ്ട്. പോടാ. പോവില്ല. അണ്ണാ, തരാൻ എന്റെ ഒന്നുമില്ല. കൈവേടാ. இது என்னன்னு புரியுதா? அப்ப சொல்லு. அத்தளை பித்தளை தவளாச்சி மரியம் வந்து விளக்கூதி. நான் சொல்ற மாதிரி சொல்ற. என் உயிர் அண்ணனுக்கு. என் உயிர் அண்ணனுக்கு. என் உடல் அண்ணனுக்கு. என் உடல் அண்ணனுக்கு. நான் காதலிக்க மாட்டேன். நான் காதலிக்க மாட்டேன். கல்யாணம் பண்ண மாட்டேன். நான் கல்யாணம் பண்ண மாட்டேன். സത്യപ്രതിജ്ഞ.
நான் தப்பு பண்ணினா என் சாவு அண்ணன் கையால ஏத்துக்கிறேன். நான் தப்பு ஒண்ணு என் சாவு அண்ணன் கையில ஏத்துக்கிறேன். இது சத்தியம், இது சத்தியம் சத்தியம், സത്യം சத்தியம். സത്യം. അയ്യോ, എന്നെ കൊല്ലുന്നു! എന്താ ഇത്? 500ന്റെ ബൾബ് കത്തി നിക്കണ പോലെ. നീ ഈ പാണ്ടിപ്പടാന്ന് കേട്ടിട്ടുണ്ട? ഇല്ല. ആ എന്നാ കേട്ടോ, ആ പാണ്ടിപ്പടയിലെ ഒരു അംഗമാണ് നീ ഇപ്പോ. ഞാനോ? പിന്നെ നീ എന്താ വിചാരിച്ചത്? സത്യപ്രതിജ്ഞ ചെയ്ത് നിന്നെ അവിടുത്തെ മുഖ്യമന്ത്രിയാക്കിയെന്ന? ഈ പാണ്ടിപ്പടാന്ന് പറഞ്ഞ പാണ്ഡിതൊരു അണ്ണന് വേണ്ടി കൊല്ലാനും ചാവാനും നടക്കുന്ന ചാവേർപ്പട. ഇതേപോലെ തെണ്ടിത്തിരിഞ്ഞു വരുന്നവന്മാരെ അവിടെ നിർത്തി തീറ്റിപ്പോറ്റു. ഈ നേർച്ച മൃഗങ്ങളെ വളർത്തൂലേ, അതുപോലെ അവസാനം കൊലക്ക് കൊടുക്കും. എന്താ ഒരു ശബ്ദം? ഞാൻ കോട്ടവായിട്ടതാ. ഛേ. എന്താ അത്? ഞാൻ തുമ്മിതാ. ഒന്നിട്ട് പോടാ. ഇവനെന്താ പട്ടിയുടെ കിഡ്നിയാണോ വെച്ചിരിക്കണത്? കണി വന്ന് കഥകി തട്ടി തുടങ്ങിയ കാര്യലാഭം, ധനയോഗം, ദാമ്പത്യ സുഖം എല്ലാമുള്ള നല്ല കണിയായിരിക്കണേ. ഹായ്, നല്ല ചിരിക്കണി. എന്താ പേര്? ഇയാള് പോയില്ലേ? ഇടി വരവ് വെച്ചു. വകുപ്പ് ഏതാണെന്ന് പറഞ്ഞില്ല. എവിടെയാവൻ? ഭുവനേന്ദ്രൻ. ആ വകുപ്പ് മനസ്സിലായി. പൂനേന്ദ്ര, നാട്ടിൽ നിന്ന് ഒരു പാർസൽ വന്നിട്ടുണ്ട്. നീ ഒപ്പിട്ട് കൈപ്പറ്റിക്കോ. ഞാൻ കൈപ്പറ്റി, നീ കൈപ്പറ്റ്. എന്ത് പാഴ്സലാടാ? ഇടിച്ചക്ക. ഇടിച്ചക്ക? അതേടാ ഇടിച്ചക്ക. നിന്റെ കടച്ചക്കയും കൊണ്ടേ ഞാൻ പോവൂ. വാടാ. ഞാനെന്തിനു വന്നെ? ഞാൻ കൈപ്പറ്റിയതല്ലേ, പിന്നെന്തിനു വന്നത്? ഇതാരത്? ഇത്രയും പാർസലുണ്ടോ? ആരെ പോവാന്ന് വിളിക്കണത്? ഉമാകാന്ത. എന്ത് പറ്റിയടാ നിനക്ക്? എടാ, എന്നെ ആശുപത്രി കിടക്കാൻ സമ്മതിച്ചില്ലടാ. ഈ സ്ട്രെച്ചറും ഗ്ലൂക്കോസൂപ്പിയും മരുന്നും ഒക്കെ ആയിട്ട് ഹോൾസെയിൽ ആയിട്ട് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടെന്ന്. കയ്യിലെന്ത് പറ്റിയടാ? പഞ്ഞി? ഇത് വരുന്ന വഴിക്ക് ഡോക്ടർ തന്നതാ. പോകുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിച്ച ഇതിന്ന് അല്പം പഞ്ഞിയെടുത്ത് മൂക്കിൽ വെച്ചോളാൻ പറഞ്ഞു. എന്നാലും എന്റെ കാൽപെരുമാറ്റം കേട്ടപ്പോ തന്നെ നിനക്കെന്നെ മനസ്സിലായല്ലോടാ. നീ എന്നെ ബുവാന്ന് വിളിച്ചല്ലോ. ഒന്ന് പോടാതേണ്ടി. നിന്നെ അവര് പെരുമാറുന്ന സമയത്ത് ഞാൻ ഡ്രൈവറോട് ഇവിടുന്ന് എവിടേക്കെങ്കിലും പോവാന്ന് പറഞ്ഞതാ. വെറുതെ അല്ലടാ പട്ടി നിന്നെ ആൾക്കാർ തെരഞ്ഞു പിടിച്ച് വെട്ടണത്. ആഹാ, ഉമ്മച്ചോ പൂവനെ വേണ്ടേ? വായോ, ഇപ്പൊ പിടുത്തം കിട്ടും. ഇത് വായിലിരുന്നോട്ടെ, കുറച്ച് മൂക്കിലെടുത്ത് വെച്ചു. ചാടിയത് കൊണ്ട് രക്ഷപ്പെട്ട്. എന്റെ പുറകെ വരരുത്. ഇവിടെ ആകെ പ്രശ്ന. എന്റെ കയ്യിൽ കാശ് കിട്ടട്ടെ, ഞാൻ ഉടനെ വീട്ടിലെത്തിക്കാം. എടാ, ആദ്യം നിന്നെ എന്റെ കൈ കിട്ടട്ടെ, കാശ് വീട്ടിൽ കിട്ടും. ഉമ്മച്ച, ഈ നാടത്ര ശരിയല്ല. വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടോ. ഇതിലും വലുതെന്റെ ചങ്കിന് നേരെ വന്നിട്ടുണ്ട്. ഞാൻ അനങ്ങിയിട്ടില്ല. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ. ഉമ്മച്ച, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആദ്യം അടി, പിന്നെ ഡയലോഗ്. അതല്ലാണ് നമ്മുടെ സിസ്റ്റം. അതെ അതെ. ഉമ്മച്ച, കേക്കാ? ഓ, തല്ലാൻ വരുന്നവന് ഇനി കേക്കും കൊണ്ടുവരാ. എടാ, മുട്ടനാടിന് അറക്കാൻ കൊണ്ടുപോകുമ്പോ ഞങ്ങള് പച്ചവെള്ളം കൊടുക്കുക. ഈ കിടക്കിന് നിന്നെ അറക്കാൻ കൊണ്ടുപോകുമ്പോ നീ കൊക്കോളോ ആയിരിക്കുമല്ലടാ. അതല്ല, ഞാനൊന്ന് രക്ഷപ്പെട്ടോട്ടെ. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നീ എന്നോട് അനുവാദം ചോദിക്കുന്നു. വണ്ടി എടുത്തടാ. അണ്ണാവെ പറ്റി പറഞ്ഞ അണ്ണനാ? ആരുടെ അണ്ണൻ? അണ്ണാ കിട്ടിയാൻ കുത്തും. എന്നാ ഇവരാരുടെ കൊയ്ത്തുകാരാ? അരിവാളൊക്കെ ഉണ്ട്. കൊയ്ത്ത് മാത്രമല്ല, മെതിയുണ്ട്. ആദ്യം മെതിക്കും, പിന്നെ കൊയ്യും. തലയാ. നമ്മൾ വല്ല പരിചയമൊന്നും കാണിക്കണ്ടേ? ഞാൻ കാണിക്കും. സൈഡ് പ്ലീസ്. വാള് കാണിച്ചൊന്നും പേടിപ്പിക്കണ്ട. നമ്മുടെ വാളില്ലടാ. ഒരു പൈന്റ് വാങ്ങിച്ചു കൊടുത്ത് ഇവര് വെക്കും വാള്. എന്നടാ വിഷയം? നിലത്തിരുത്തണ. അണ്ണ, നമ്മുടെ പാണ്ഡിതുര അണ്ണനില്ലേ, അണ്ണനെ പറ്റി ആള് തെറി പറഞ്ഞു. എന്നടാ? എണ്ണാനാ? ഇതെന്താ നഴ്സറി സ്കൂളാ? എന്നടാ?
അയ്യോ കത്തി മുറി എണ്ണ 1 2 3 4 5 അയ്യോ, അതെ, അതെ, തമിഴിലും ഞാൻ പറയാം 1 2 3 4 തല്ലുകൊണ്ട് ഓടുന്നവരല്ലടാ മലയാളികൾ. ഞങ്ങളെല്ലാം ഉദയനന്റെ നാട്ടുകാരാ. ഉദയനെ ഞാൻ ഒന്നിച്ച് പഠിച്ചവരാ. പിന്നെ ഈ ഓട്ടം അത് പടയോട്ടം. നിന്റെയൊക്കെ അഭ്യാസം ഈ തമിഴ്നാട്ടിലല്ലടാ നടക്കൂ. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വാടാ. അപ്പ കാണിച്ചാൽ ഉമ്മച്ചൻ ആരാണെന്ന് അടിയടാ. ആശാനെന്താ ഇടിക്കാഞ്ഞേ? അവർ തമിഴന്മാരല്ലടാ. ഇനി മലയാളത്തിൽ ഇടിക്കാന്ന് ചോദിച്ചാൽ അവർക്ക് മലയാളം അറിയാനും പാടില്ല. അവന്മാരിടിച്ചപ്പോ നമുക്ക് മനസ്സിലായല്ലോ. നമുക്ക് തമിഴ് അറിയാല്ല. വണ്ടിക്കറി അവന്മാരെ എനിക്ക് കാണണ്ട, വെറുത്തുപോയി. വണ്ടി എങ്ങോ പോയി ഇടിച്ചു. എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? ദൈവമേ, ഈ വണ്ടിക്ക് ഡ്രൈവർ ഇല്ലേ? അയ്യോ, ഇതിന് എഞ്ചിനും ഇല്ലേ? ഇല്ല, ബോഡി മാത്രമേ ഉള്ളൂ. ദേവിയെ, ഡെഡ് ബോഡി വരെ ഓടിച്ചിട്ട് ഇടിക്കാൻ തുടങ്ങി. ഡെഡ് ബോഡി നിന്റെ അച്ഛൻ. ദേ, എന്തെങ്കിലും പറയാണ്ട് മൊത്തോക്കി പറയണം. തല തിരിക്കാൻ പറ്റൂല. ഒരു വശത്തേക്ക് തല ചരിച്ചു വെച്ച് കെട്ടിരിക്കുക. ആ, കണ്ടപ്പോഴേ തോന്നി വശപ്പശ കാണുന്നു. തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്നെ തന്നെ ആ, ഭുവനചന്ദ്രന്റെ വീട്ടിലെ ഫോട്ടോ. താൻ ഭുവനചന്ദ്രന്റെ പഴയ പാർട്ട്ണറാണല്ലേ? അതെ. ഞാൻ പുതിയ പാർട്ട്ണർ. ഓ, വെട്ടുകൊണ്ട പാർട്ട്ണർ. അതെ. താൻ ചത്തില്ലല്ലേ? ഇല്ല. ചാവൂല. അവന്റെ പാർട്ട്ണർമാരും ഒറ്റ വെട്ടിന് ചാവൂല. ഇഞ്ചിഞ്ചായ ചാവൂ. താനിപ്പ എത്ര ഇഞ്ച് ചത്തു? എനിക്ക് ഇഞ്ചല്ല, അടിക്കണക്കാ. ഓഹോ. ആ, നിങ്ങളല്ലേ സൂക്ഷിക്കേണ്ടത്. പോകാം. ഏ, വീട്ടിലൊരു പ്രോപ്പർട്ടി വന്നിരിപ്പണ്ടേ. ഉമാകാന്ത, നിനക്ക് ഒട്ടും തലതിരിക്കാൻ പറ്റണല്ലോടാ. തല തിരിഞ്ഞവന്മാരുടെ കൂടെ പാർട്ണർഷിപ്പ് ചേർന്ന ഏത് തിരിയുന്നു വലയും തിരിയാതാവും. தெரியுமா? என்னடா எப்ப பார்த்தாலும் என்ன பாக்குற? அந்த பக்கம் திரும்படா திருட்டம் உண்டா. അയ്യോ, മന്നിക്കണം അമ്മ, മന്നിക്കണം. ഇന്റെ തല തിരിയാത്. എടാ പൂവാ, ഒന്ന് പിടിച്ചേ. ഈ വടക്കുമൊക്കെ എന്തത്തെ ഒന്ന് തെക്കോട്ട് തിരിച്ചിരുത്ത്. ശ്രദ്ധിച്ച്, പണിയെടുത്ത് ശീലമില്ലാത്ത ശരീരം. ഓക്കെ ഓക്കെ. തൊട്ടതല്ലേ, കൈ അഴിയേക്കാം. ஏன்டா இப்படி பாக்குறது? பொம்பளை குளிக்க தெரியல. അയ്യോ, മന്നിക്കണം അമ്മ. ഈ പണ്ടാറ എവിടെ ഇരുന്നാലും കുഴപ്പമുള്ളോ? ഇത് വടക്ക് നോക്കിയല്ല, വിടക്ക് നോക്കിയന്ത്രം. ഇനി ഇവിടുന്ന് പോകുന്നത് വരെ എന്റെ മുഖത്തല്ലാതെ വേറെ എങ്ങും നോക്കരുത്. ഇതിലും വേറെ ശവത്തിന് കാവലിരിക്കണതാണ്. സാരില്ല, 2 മണിക്കുള്ള ബസ് വരെ സഹിച്ചാ മതിയല്ല. 2 മണിക്കുള്ള ബസ്സിന് താൻ എങ്ങാട് പോണു? ഞാനല്ല, നീയാണ് പോണത്. ഞാനവിടെ പോണു. ഞാനെങ്ങും പോണില്ല. നീ പോണില്ലേ? എടാ, നിന്നെ വെട്ടിയ ഗുണ്ടകൾ നിന്നെ തിരിച്ചറിഞ്ഞ പിന്നെ ഞങ്ങളുടെ ജീവനോട് അപകടത്തിലാവും. ഞാൻ ഇവിടെ വല്ല മുറിയിൽ ഇരുട്ടത്തിരുന്നോളാ. ഇരുട്ടത്തന്നെ ആരും കാണില്ലല്ല. ഇനി അഥവാ കണ്ടാ തന്നെ ബ്രേസീർ ഉണങ്ങാനിട്ടേക്കെന്ന് വിചാരിച്ചോളും. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ. ഞാനാ? നീ ഉമ്മച്ചനെ തല്ലി നോവിച്ച് വിട്ടേക്കണത്. എത്രയും